ചില സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സ്നാപകയോനെ വധിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ഹെറോദേസിന്റെ അനീതിപരമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ പ്രതി സ്നാപകയോനൻ ഹെറോദേസിനെ കുറ്റപ്പെടുത്തുകയാണ്. സഹോദര ഭാര്യയായ ഹെറോദിയായെ സ്വന്തമാക്കുന്നതിനുള്ള ആ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് സ്നാപകയോനൻ ഹെറോദേസിനെ കുറ്റപ്പെടുത്തുന്നത്. പെട്ടെന്ന് തന്നെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, സ്നാപകയോനെ വധിക്കുന്നതിനായിട്ട് ഹെറോദേസ് ശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്നാപകയോനെ എന്താണ് പറഞ്ഞതെന്നോ അതിലെന്തെങ്കിലും പൊരുളുണ്ടോ എന്നല്ല ഹെറോദേസ് നോക്കിയത്, മറിച്ച് ഒരാള് എനിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു, ഉടനടി അവനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഹെറോദേസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ, നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഉടനടി അയാളെ അങ്ങ് അടച്ച് ആക്ഷേപിച്ച് ഇല്ലാതാക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്, അതോ ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്? എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ അതൊന്ന് കൺസ്ട്രക്റ്റീവ് ആയിട്ട് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട്. ആവശ്യമില്ലാത്ത വിമർശനങ്ങളാണെങ്കിൽ തള്ളിക്കളയാനും, ആവശ്യമുള്ളതാണെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുമായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ടോ? വചനം വായിച്ചു കഴിയുമ്പോൾ അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.